Flowers presents A.R. Rahman Show at Cochin on 12th May 2018. Get your tickets from the link below. ഗ്യാരണ്ടി തന്നെയാണ്. പക്ഷേ ആ ഒരു ഗ്യാരണ്ടിയിൽ ഞാൻ മാത്രം വന്ന് നിന്നാ പോരല്ലോ. അപ്പൊ ഏതായാലും ഇന്ന് നമ്മുടെ അങ്കത്തട്ടിലേക്ക് നമ്മുടെ ചേട്ടന്മാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സൈറ്റിംഗ് മെമ്പേഴ്സിനെ എല്ലാവരെയും നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം എന്റെ ടീം മെമ്പേഴ്സ് ടു തമാർ പട്ടാർ. पिंग पोंग पाड़े का चिंग दादा हूँ, आवारा ख्वाबों का शहजादा हूँ. लाओ फलक से रख ला के दो, प्याला पीने पे आमादा हूँ. थोड़ा पारा भरो. അപ്പൊ നോബിച്ചേട്ടന്റെ ടീമിന്റെ ഡാൻസ് നമ്മൾ തമ്മിൽ ആ ഒരു കെമിസ്ട്രി ഭയങ്കര അധികമായിരുന്നു. നിങ്ങളൊക്കെ കണ്ട് കൊതിച്ചോട്ടോ. ഞങ്ങൾ ഒരു സ്പെഷ്യൽ കെമിസ്ട്രി ഉണ്ട് ആ ഒരു ഡാൻസ്. അല്ല, ഇത് പൊതുവെ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഞാൻ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അപ്പൊ ഏത് രേഖയൊക്കെ ആവും എന്നുള്ളത് രേഖയാണോ സീമയാണോ അതോ സൗമിനിയാണോ എന്നൊക്കെ നമുക്ക് വഴി അറിയാം. ഏതായാലും കളിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ന് വരയ്ക്കൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരപ്പിക്കേണ്ട ഓപ്പോസിറ്റ് ടീമുകാരും കൂടി ഉണ്ട്. ഒന്ന് വിളിക്കാം നമുക്ക്. लोकेशन चेक करता है, तुम यहाँ पिंड जाना तुम वहाँ पिंड जाना, सारा रोज ये शक करता है. मेरा वाला डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करता है. ये मेरा वाला डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करता है. അപ്പൊ ഇതിനകത്ത് രണ്ട് ടീംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓഡിയൻസ് വെൽക്കം ടു ഷോ. രണ്ട് ടീംസിന്റെ എൻട്രി ഉണ്ട്. അപ്പൊ ഇന്ന് ആരുടെ എൻട്രിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഏത് ടീമിലാണ് ഭയങ്കര സ്പിരിറ്റ് തോന്നിയേ? നെൽസൺ ചേട്ടൻ. നമ്മളാ ഒന്നും പറയരുത്, കാര്യം ഞങ്ങൾക്ക് വയ്യ. ഈ എനർജി ഒക്കെ ഇങ്ങനെ സംഭരിച്ചു വെച്ച ഗെയിമിന് ഫുൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണോ? ആ ഈ വരുന്ന വരവൊക്കെ കണ്ടിട്ട് ഏത് ടീം ജയിക്കുന്നതാണ് തോന്നണേ? രണ്ടെന്ന് പറയും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഓഡിയൻസ് രണ്ട് വഞ്ചിയിലും കാലിലിടുന്ന ആൾക്കാരാണ്. എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ്സ് ദ റൈറ്റ് സ്പിരിറ്റ്. കാരണം ആരെയും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. തുല്യമായിട്ട് അത് കൊടുക്കണം. എനിക്ക് ഇഷ്ടമായിട്ടോ തൃശ്ശൂക്കാരെ. ശരി, അപ്പോ തുടങ്ങല്ലേ? എത്ര തവണ കണ്ടു? അങ്ങനെയല്ല, അതല്ല. ഒരു അറബിക് അലാവുദ്ദീന്റെ ഒരു ഭൂതത്തിന്റെ മറ്റേ കുപ്പിക്കകത്ത് അങ്ങനെ ഒരു നല്ല രസമുള്ള. അപ്പൊ ഞാനൊരു ഭൂതാണ്, ഞാൻ സമ്മതിക്കാം. അങ്ങനല്ല, ഞാനൊരു ഭൂതാണ്. ഇത്രയും നല്ല ഡ്രസ് കൊടുത്തിട്ട് കാതിൽ വീശറിയിടണ്ടായിരുന്നു. അത് ഈ പാന്റ് എവിടുന്നാ മേടിച്ച? എനിക്ക് എന്തായാലും വേണം. ലക്ഷ്മി അതെന്നറിയോ, നമ്മുടെ ആ ജയന്റെ ഇച്ചിരി. അതെ, ഈ പാന്റിന്റെ പേരും കൂടെ എന്താന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. സന്തോഷ്. ശശി, അതിന്റെ പേരാണ് ധോത്തി പാന്റ്. അറിയാമോ? ഇതിന്റെ പേരാണ് ധോത്തി പാന്റ്. എന്റെ ഭാര്യക്ക് വേണോ ഇങ്ങനത്തെ ഒരെണ്ണം? ഭാര്യക്കല്ലേ, എനിക്ക് വേണം. രണ്ട് കൊല കെട്ടിയിട്ട് പഴിപ്പിക്കാനും. ദൈവമേ, ഇന്നത്തെ ഗെയിമിൽ നോബിച്ചേട്ടനും കൂട്ടർക്ക് നന്നായി കളിക്കാൻ പറ്റണേ ഭഗവാനേ. തുടങ്ങൂ. So once again you are watching Tamar Padar powered by Hybrid Urban Men's Clothing and Eastern. അപ്പൊ ഇനി എന്ത് വെറൈറ്റി ഗെയിമിലേക്ക് ആയിരിക്കും നമ്മൾ പോവാൻ പോണേ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കില്ലേ? പറഞ്ഞുതരാന്നേ. അടുത്ത ഗെയിമിന്റെ പേരാണ് ജമ്പർ ബലൂൺ. എന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ ജമ്പർമാർ ഇവിടെ ഉണ്ട്. ജമ്പർമാര് ഈ ബലൂൺ. ഹലോ, ഞങ്ങൾ ഇവിടെ ജമ്പറിന്റെ പ്രാക്ടീസ്.
പണിഷ്മെന്റ് ആയിട്ട്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജമ്പർമാൻ. അപ്പൊ ഈ ജമ്പർമാര് എങ്ങനെയാണ് ഈ ജമ്പർ ഗെയിം കളിക്കാൻ പോണെന്നുള്ളത് നമുക്ക് ജമ്പർമാരോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം, മര്യാദയ്ക്ക് കളിക്കാൻ പറ്റണമെങ്കിൽ. അതായത് ഇവരിങ്ങനെ റൗണ്ട് ആയിട്ട് റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാള് ബലൂൺസ് ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു സെന്റർ പോർഷനിലേക്ക് ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കണം. മിനിമം 5 ബലൂൺസ് എങ്കിലും ഇവിടെ ഉണ്ടാവണം. 5 ബലൂൺ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പിന്നെയാണ് നമ്മുടെ ജമ്പർ ബലൂണിന്റെ ആ ഒരു പേരിന്റെ ആ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുക. ചാടി 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 റൗണ്ടിൽ പോയിട്ട് അവിടെ കൊണ്ടുപോയി ഇതിടണം. കൈ യൂസ് ചെയ്യാൻ പാടില്ല. മിനിമം 5 ബലൂൺസ് എങ്കിലും ഇവിടെ നിങ്ങളുടെ ബാക്കിൽ ഫിൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ചാടി അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ടോട്ടൽ 3 minutes ടൈം. എങ്ങനെ ഇടുമെന്നാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ യു ക്യാൻ. തുടങ്ങാം. അപ്പോ ഈ ജമ്പർ ബലൂൺസിന്റെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോബിയും ജമ്പർമാരും ഇതാ ജമ്പ് ചെയ്യാൻ റെഡിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബാക്കിലേക്ക് എറിയണം. ആ അടുത്തത് മാറ്റി. പെട്ടെന്ന് വീട് ബലൂൺ താഴെ പോരുത്. 3 മിസ്. ഓക്കേ ആൻഡ് ഫോർത്ത് വൺ സുചേട്ട കം ഓൺ. മിസ്റ്റർ സുധി വയറ് സംഭവിക്കരുത്. വയറക്കി പിടിക്കണം. 5 ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി എടുക്കാം അല്ലെങ്കിൽ യു ക്യാൻ ഗോ. ചാടി പോ. 1 2 3 4 5 തളർന്നു പോയോ? ഇല്ല. ഒരു ബലൂൺ എന്നോട് എടുത്തു കൊടുക്ക. കുനിയട്ടെ, തടി കുറയട്ടെ. ചാടി കൊതിപ്പിച്ചല്ലോടി ഓട്ടെ. ചക്ക വീണെന്നാ വിചാരിച്ചേ. ഇവരോട് സത്യം പറഞ്ഞ ബലൂൺ മാത്രമേ ഇടാൻ പറഞ്ഞുള്ളൂ. ഇവര് അടുത്ത ചേച്ചിയെ കൂടെ അങ്ങനെ ഇട്ടിട്ട് പോകും. സൂക്ഷിക്കണം, അത് പൊട്ടും. ഇവിടെ ഇതൊക്കെ ആക്കി നമ്മളെവിടെയാണ്? ഉള്ളിൽ വീഴുന്നില്ല. ചാടി അപ്പുറത്തേക്ക് വന്നിട്ട് കൈ കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യരുത്. കൈ കൊണ്ട് അവിടെ മൈനസ് ആവും. ഇപ്പൊ ഒരു -1 2 ടീമിന്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുമ്പോൾ മൊത്തം 9 ബലൂൺസ് ആണ് അവർക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയത്. വെരി ഗുഡ്.
അതിൽ പക്ഷേ -2 വന്നു കേട്ടോ. അതായത് കൈ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ 7 ആണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്. കുഴപ്പമില്ല, നന്നായി കളിച്ചു. അതിൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ സരിത ചേച്ചിയാണ്. അതായത് ബലൂൺ മാത്രമേ നമ്മൾ ഇടാൻ പറഞ്ഞുള്ളൂ. ചെന്ന് ലാസ്റ്റ് ഈ ബോക്സിന്റെ ഉള്ളിൽ സരിത ചേച്ചിയും കൂടി ഇട്ടിട്ട് അവര് പോയല്ലേ. ഇതിനിടയിൽ ഇതിന്റെ ടീം ലീഡർ എന്ന് പറയുന്നത് നോബി ചേട്ടനാണ്. പക്ഷെ ഇങ്ങനെ കുറെ ചാടിയപ്പോഴേ ജമ്പർ ഗെയിം ആയിരുന്നല്ലോ, നോബി ചേട്ടന് ചാടിയപ്പോ ചെറിയൊരു അസ്കത. ഇപ്പൊ ഒരു കേട്ടോ ഈ ഗെയിം എനിക്ക് നോബി ചേട്ടന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഗെയിം അല്ലേ പിത്ത ഇളകി രണ്ടുപേർക്കും. അവര് പറഞ്ഞു കേട്ട് ഇങ്ങനെ സംഭവം വേണമെന്ന് പറഞ്ഞു കേട്ട് ഞാൻ കേട്ടു. 7 ആണ് അവരുടെ സ്കോർ. സോ നിങ്ങൾ എത്ര ബലൂൺസ് ഇടുന്നുള്ളത് നമുക്ക് നോക്കാം. സോ മ്യൂസിക് പ്ലീസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരാള് ആദ്യം ഇട്ടു. ഓക്കെ, അടുത്താള്. അവരാരും ചാടുന്നില്ല, നിങ്ങൾ ആരും. ചാടിക്കോ, ചാടി. അപ്പോ ഇവരുടെ ഈ ഗെയിം കഴിയുമ്പോ 1 2 3 4 5 6 7 നോബിച്ചേട്ടാ, നിങ്ങളാണ് ഈ ഗെയിമിൽ തോറ്റത്. അപ്പോ ടോട്ടൽ ഈ ജമ്പർ ബലൂൺസ് ഉള്ള ഈ ഒരു ഗെയിമിൽ ടോട്ടൽ 8 ബോൾസ് ആണ് നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീമിന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള. വെരി ഗുഡ് ജോബ്. ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മുടെ ക്ഷണമൊക്കെ സ്വീകരിച്ചിട്ട് കുറെ അതിഥികൾ നമ്മുടെ വീട്ടിൽ വരാറില്ലേ? ചിലപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിരിക്കും. അപ്പൊ ഇതിലും ഇനി നമ്മൾ കടക്കാൻ പോണേ അത്തരത്തിലുള്ള കുറച്ച് മൊമെന്റ്സിലേക്കാണ്. എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം. നമസ്തേ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താ? അതായത് എന്റെ കുഞ്ഞു പെങ്ങൾ ഞാൻ താലോലിച്ച് ഇങ്ങനെ താഴെ വെക്കാതെ വളർത്തിയ കുട്ടിയാണ്. മനസ്സിലായില്ലേ? അവിടെ വിവാഹം കഴിഞ്ഞു, ഇപ്പൊ അവള് ഗൾഫിലാണ് ഭർത്താവ്. അപ്പൊ ഇന്ന് അവിടെ വരികയാണ്. അതിന് വേറെ പ്രത്യേകതയുണ്ട്. അതായത് എന്റെ കുഞ്ഞു പെങ്ങൾ ജനിച്ച ദിവസം എന്റെ അച്ഛൻ ഒരു വൈൻ ഉണ്ടാക്കി. വൈൻ എന്ന് പറഞ്ഞാൽ കിറ്റിലും വൈനാണ്, അദ്ദേഹത്തിന്റെ വിയർപ്പാണ് ആ വൈൻ.
മനസ്സിലായില്ല, വിയർപ്പാണ് വൈൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നും വിയർത്ത വൈൻ. അദ്ദേഹം വിയർത്തുണ്ടാക്കിയ വൈൻ. ഓക്കെ. അത് പറഞ്ഞ പ്രത്യേക ടൈപ്പിലാണ് പുള്ളി ഉണ്ടാക്കിയത്. എത്ര വർഷത്തിന് മുമ്പാണെന്നറിയോ? 25 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് എന്റെ കുഞ്ഞു പെണ്ണ് ജനിച്ച ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ വൈൻ അത് കുഴിച്ചിട്ടു. കുഴിച്ചിട്ട് പറഞ്ഞു, എന്റെ മോനെ ഇങ്ങ് വന്നേ. എന്നെ വിളിച്ചടുത്തിർത്തിട്ട് പറഞ്ഞു, അവക്ക് 25 വയസ്സ് തികയുന്ന അന്ന് ഈ വൈൻ കുഴിച്ചെടുക്കണം. അതായത് 25ാം പിറന്നാളിന്റെ അന്ന്. അത് ഇന്നാണ്. അപ്പൊ അവിടെ ഭർത്താവും അവളും കൂടി ഇന്ന് വരുന്ന ദിവസമാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ ഇന്ന് ആഘോഷിച്ച എന്റെ അച്ഛന്റെ തുല്യമാണ് ആ വൈൻ. അത് എന്റെ കുഞ്ഞിന്റെ കയ്യിലൂടെ ഒന്ന് എടുത്ത് കൊടുക്കണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം. ഇന്ന് വരും, നിങ്ങളുടെ കാത്തിരിക്കുകയാണ്. ശരി. ചാച്ചപ്പം വന്നല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനെ കൊണ്ട് വലിയ ശല്യം വന്നേ. അല്ലെങ്കിൽ തുള്ളി പറച്ചിലാണ്, അല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ കാണിക്കാതിരിക്കാൻ പറ്റില്ല. പുറമെ നമ്മള് കാണിക്കും, ഉള്ളിലുള്ള കാര്യം നമ്മൾ. ചാച്ചപ്പ ആര് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അയലക്കത്തെ പെണ്ണുമായിട്ട് ചെറിയ സംസാരം നോട്ടോ കൊണ്ടെന്ന് അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മേടിച്ചതിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അയ്യോ ചാച്ചപ്പ, ഇത് നമ്മുടെ മറ്റേ പുതിയ ടീച്ചറാണ്. ടീച്ചറാ? ഞാൻ വിചാരിച്ച ഏതാ അറബിയുടെ വാരി. ടീച്ചറിനെ പോലുള്ള ഭാവങ്ങളാ, ടീച്ചറല്ല. ആണല്ലേ? അവൾ ഇന്നല്ലേ വരുന്നേ? അവരിന്നല്ലേ വരുന്നേ? പക്ഷെ നിങ്ങൾ കുറച്ച് ഏലക്ക കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ചാച്ചപ്പന്. അയ്യോ, നല്ല ഉണങ്ങിയ ഒന്നാം തരം ഏലക്ക കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ചാച്ചപ്പന്. എന്നിട്ടെന്താ ചാച്ചപ്പ കൊണ്ടുവരാഞ്ഞത്? ചാച്ചപ്പ എങ്ങനെ കൊണ്ടുവരും? അതെന്താ? ചാച്ചപ്പ അങ്ങ് പുറമ്പോക്കിലല്ലേ താമസം. എപ്പോഴാ വരുന്നേ? അപ്പൊ ഇനി ഉച്ചയാകുമ്പോ വരുമെന്ന് പറഞ്ഞു. ആ കൊച്ചിനെ 13ാമത്തെ വയസ്സിൽ കണ്ടതാ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. കല്യാണത്തിന് എങ്ങനെ ചാച്ചപ്പൻ വരും? കല്യാണത്തിന് വല്ലതും കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും? ചാച്ചപ്പൻ അങ്ങ് പുറമ്പോക്കിലല്ലേടാ. ഇതുപോലൊരു ചിറ്റപ്പൻ എനിക്കുണ്ട്. നിന്റെ ചിറ്റപ്പൻ എനിക്കറിയാം. പുറമ്പോക്കനെ ചിറ്റപ്പനല്ലേ എനിക്കറിയാം. അവരെപ്പോഴാ വരുന്നേ? ഉച്ചയാകുമ്പോ വരും ചാച്ചപ്പ. ഭക്ഷണമൊക്കെ റെഡിയാക്കി? ഭക്ഷണം എല്ലാം റെഡിയാക്കിട്ടുണ്ട് ചാച്ചപ്പ. ചാച്ചപ്പൻ ഒന്ന് കുളിക്കണം. ചാച്ചപ്പൻ കുളിച്ചോ? ചൂടുവെള്ളം ഉണ്ടോ? ഉണ്ടല്ലോ. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കുറെ നാളായി. അതെന്താ ചാച്ചപ്പ? ചാച്ചപ്പൻ പുറമ്പോക്കിലല്ലേടാ. എനിക്കൊരു നാണൊക്കെ ഉണ്ടാക്കോ ചാച്ചപ്പ? എന്നാ ചാച്ചപ്പ ഈ പുറമ്പോക്ക് നിർത്താവുന്നു. എപ്പോഴും പുറമ്പോക്ക്. ചാച്ചപ്പൻ പുറമ്പോക്കിലാണെങ്കിലും ചാച്ചപ്പന് മനസാക്ഷി ഉണ്ടാ. എന്തുവാ? നിന്റെ അപ്പനെ ഞാൻ പണ്ട് കുറെ പുറമ്പോക്കി കിടന്നിട്ടുള്ളതാ. ഓ, ഇത് എന്നെ കൂടെ നാണം കെടുത്തില്ല ഈ മനുഷ്യന്. ഇതിനെന്താ പറഞ്ഞത്? ഒന്നല്ലോ മോളെ വാ. എന്റെ പൊന്നേ. ക്ഷീണിച്ചല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല മോളെ, കാത്തിരിക്കുന്നല്ലേ മോളെ. മനസ്സിലായില്ലേ? എന്റെ മോളിക്കുട്ടി, ഞാൻ പറയായിരുന്നു നിന്നെ 13ാമത്തെ വയസ്സിൽ ചാച്ചപ്പൻ കണ്ടതാ. അതിനാണ് പിന്നെ ഇതാരാ? ഇതാ എന്റെ ഭർത്താവ്. നീ പുറമ്പോക്കിലാണോ? പക്ഷെ ഒരു ലുക്ക് അതുപോലത്തെ. അയ്യോ അങ്ങനല്ല, നല്ല ലുക്കില്ലെന്ന് പറഞ്ഞ നല്ല കാശ്, നല്ല ഇതാണ്. എവിടെ എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ ആണോ? നിന്റെ അപ്പന്റെ പേര്? ജോസഫ്. വീട്ടുപേര്? പുളിങ്കണ്ടം. എനിക്കറിയാന്നേ. ഇവന്റെ അപ്പനെ ഞാൻ പണ്ട് പുറമ്പോക്കിലല്ലേ. എന്താ ചെയ്യാ? നല്ല ഗൾഫിലാണ്, കുടുംബത്തോടെ ഗൾഫിലായിരുന്നു. ഗൾഫിലെ പുറമ്പോക്കിലായിരിക്കും. എവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ അപ്പനെ. അത് കേക്കണ്ട, ശ്രദ്ധിക്കണ്ട. എനിക്ക് മോനെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊണ്ട് നടന്നെന്ന് മോനെ അറിയാവോ? അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ വളർത്തിയതാണ്. അവള് പാലിന് വേണ്ടി കരയുമ്പോൾ ഞാൻ അങ്ങ് കുന്നാർകുന്നി പോകും. 5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. അവിടെ പോയിട്ട് കവർ പാലുണ്ടല്ല, മിൽമ, അത് മേടിച്ചിട്ട് വന്ന് എന്റെ മൂല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പാല് കൊടുക്കും. അങ്ങനെ വളർത്തിയതാണ് ഞാൻ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. മിൽമപ്പാലല്ലേ കൊടുക്കുന്നത്, അല്ല പുലിപ്പാലല്ലല്ലോ. നിന്റെ ഈ സംസാരത്തിൽ നിന്നെ വെട്ടി 2 തുണ്ടാക്കുന്നതാണ്. പക്ഷെ നീ എന്റെ മോളെ നോക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. നിന്നോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. പിന്നെ നിങ്ങൾ തമ്മിൽ നിനക്ക് ഇച്ചിരി നിറ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, കറുപ്പ്, മനസ്സിലായില്ലേ? പക്ഷെ നീ ഇങ്ങനെ നമ്മളെ അങ്ങനല്ലേ എന്ത് ഇഷ്ടമാണെന്നറിയാം എന്റെ മോനെ. മോളിക്കുട്ടി, ഇവക്ക് പണ്ട് പാല് മേടിച്ചു കൊടുക്കുന്നത് ചാച്ചപ്പനും ആഗ്രഹം ഉണ്ടായിരുന്നു. ചാച്ചപ്പ എങ്ങനെ മേടിച്ചു കൊടുക്കും? എന്താ ചാച്ചപ്പ പുറമ്പോക്കിലല്ലേ. നീ എവിടെയാന്നാ പറഞ്ഞേ? ഞാൻ ദുബായില. ദുബായിൽ? ഗൾഫിൽ? അതെ. ജോലിയാ. എഞ്ചിനീയർ. സൂപ്പറായിരുന്നു. പണ്ട് എഞ്ചിനീയർ കൂട്ടുകാരുണ്ടെന്ന് എഞ്ചിനീയർ പുറമ്പോക്കിലുള്ള. നീ അറബി പറയൂ? അറബി പറയും. ജോലി ചെയ്താൽ മാറി എവിടെയെങ്കിലും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അറബി ഒന്ന് നല്ലത് പറയും. നീ അറബി സംസാരിക്കുമെന്ന്? അറബി സംസാരിക്കാൻ അറബി ഉണ്ട്. അറബി ഉണ്ടല്ലോ, പിന്നെന്തിനാണ് സംസാരിക്കേണ്ട കാര്യം? മിടുക്കനാ. നിനക്കൂടെ എന്താ പരിപാടി? അവിടെ വലിയ വലിയ കെട്ടിടങ്ങളും ബുർജ് ഖലീഫ് എന്ന് കേട്ടു. ഏറ്റവും ഞാൻ ഒറ്റയ്ക്കാവത് പണി. നിങ്ങൾ പറയുന്ന പോലെ ഈ ബുർജ് ഖലീഫ ഈ താഴേന്ന് കെട്ടിപ്പൊക്കിയതല്ല. അല്ല, അളിയ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, കടത്തിപ്പണി. കടത്തിയിട്ട് കട്ടേ കല്ലും എല്ലാം വെച്ച് നീളത്തിൽ കുഴി കുഴിച്ചിട്ട് ഇങ്ങനെ സിമെന്റ് കട്ടയൊക്കെ വെച്ചിട്ട് നീളത്തിലൊക്കെ ഉണ്ടാക്കും.
100 ആനയും ഒരു 100 ആടുകളും ചേർന്ന് കയറിൽ കെട്ടിപ്പോക്കും. ഇത് ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെ പോകും. ഉണങ്ങി കഴിയുമ്പോ കെട്ടിപ്പൊക്കും. കെട്ടിപ്പൊക്കിയാണ് ഈ ബുർജ് ഖലീഫ പണിഞ്ഞത്. അളിയാണ് മെയിനായിട്ട് പിടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുണ്ട്, ബാഹുബലി ബാഹുബലി. ആ പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടുണ്ട്. പിന്നെ ഇടയ്ക്കെങ്ങാണോ ഏതെങ്കിലും ഒരു ആനയ്ക്ക് കാലിന് വല്ല ഉളുക്ക് വന്നാൽ ഞാൻ നേരെ റൗണ്ട് ചെയ്ത് അവിടെ ചെന്ന് ഇങ്ങനെ തള്ളും. ചാടി ബാക്കി വരും, എന്നിട്ട് തള്ളും. അത് നല്ല തള്ളു. അല്ല, അത് നല്ല തള്ളായി. ഇന്നത്തെ പ്രത്യേകത അറിയാലോ, ഇന്ന് മോക്ക് 25 വയസ്സ് തികഞ്ഞ ദിവസമാണ്. ഇന്നാണ് അപ്പച്ചനുണ്ടാക്കിയ വൈൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ അത് മോളുടെ കയ്യിൽ കൊടുത്ത് മോളെ കൊണ്ട് അത് പൊട്ടിക്കണം എന്നാണ് അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവനെ അവളെ കൊണ്ട് പൊട്ടിക്കണം. എടാ, നമ്മളെ വീട്ടിലെ പുതിയ ഇറക്കം വന്നു, അപ്പൊ അവൻ പൊട്ടിക്കട്ടെ. ഞാൻ പൊട്ടിക്കും. എടി കൊച്ച, അങ്ങനെ അല്ലെന്ന്. ഞാൻ പൊട്ടിക്കും. അങ്ങനെ അല്ലെന്ന് കാരണവന്മാര് പറയും. എനിക്കറിയാം, അവളെ കെട്ടിക്കുന്നവനെ കൊണ്ട് പൊട്ടിക്കണമെന്ന് നിന്റെ അപ്പച്ചൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഓർമ്മയുണ്ടടാ എനിക്ക്. ഇവൻ പൊട്ടിക്കും. അല്ല, മോളെ നീ പൊട്ടിക്കും. ചാച്ചപ്പൻ പറയും ഇവൻ പൊട്ടിക്കും. പൊട്ടിച്ചാ മതി. ചാച്ചപ്പൻ പറയുന്ന പോലെ ചെയ്യാം. ശരിയാവില്ല. എടാ, ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് കുഞ്ഞോളോട്ട് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ അളിയൻ തന്നെ പൊട്ടിക്കത്. അങ്ങനെ അപ്പൊ ചാച്ചപ്പന്റെ ആഗ്രഹം നിനക്ക് തങ്ങടെ ഉണ്ടാടി. നീ പൊട്ടിക്കും. പൊട്ടിച്ചോ? നീ പൊട്ടിക്കും. എടുത്തോളൂ. ഇവൻ പൊട്ടിക്കും. ഇവനെ നീ പൊട്ടിക്കും. പൊട്ടിക്കും. കണ്ണിയായി. ഓ, വേഗം കൊണ്ട് വാടാവേ. എന്റെ പൊന്ന് ചാച്ചപ്പ, ഒന്ന് അടങ്ങ ചാച്ചപ്പ. ഓ, ഞാൻ പൊട്ടിക്കും. നീ പൊട്ടിക്കും. അത് നല്ല സ്വാദായിട്ട് ഇപ്പൊ ഇങ്ങനെ വരും. നമ്മുടെ അപ്പച്ചന്റെ കൈ തൊട്ടത് തന്നെ. എവിടെ നോക്കട്ടെ. പതുക്കെ പിടിക്കണം അപ്പച്ചൻ. നിന്റെ അപ്പച്ചൻ ഒരുമാതിരി മെരുവരാന്നല്ലേ? ഇത് നല്ല മെഴുക്ക് പോലെ. അല്ല, അപ്പച്ചൻ ഉണ്ടാക്കി. അതെ. നീ പൊട്ടിക്കും. അളിയ പ്രാർത്ഥിച്ച അപ്പച്ചനാണിത്. ഉണ്ടാക്കിയതായിരുന്നേ. എന്റെ അപ്പച്ചനാ ഇത് കിടക്കണേ. അയ്യോ, ഇച്ചായ, നമ്മുടെ അപ്പച്ചൻ ചാച്ചപ്പ, എന്റെ അപ്പച്ചൻ പോയേ. അയ്യോ, 25 വർഷം ഞാൻ കാത്തിരുന്ന എന്റെ ജീവനാണോ ഇത്? നീ കിടക്കണ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? ഈ കൈ പിന്നെ എന്ത് ആരോഗ്യം കിടക്കണ കയ്യില്? എന്റെ അപ്പച്ചനെ പൊന്നു പോലെ എന്റെ ചാച്ച നോക്കി. അറിയോ നിങ്ങൾക്ക്? ഈ പരമോധനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത് പറഞ്ഞതാ. നാണമില്ലാത്ത മനുഷ്യൻ. മിണ്ടരുത്, ചാച്ചപ്പനെ നോക്കത്തില്ല. എന്റെ അപ്പനെ കൊന്നിട്ട് നീ എന്താണ് നിൽക്കുന്നത്? എന്താ പിന്നെ എന്നെ കൊല്ലണോ നീ? എന്റെ അപ്പനെ കൊന്നിട്ട് നീ എന്റെ മോളെ മിണ്ടരുത്. അവനൊരു അബദ്ധം പറ്റിയല്ലോ. എന്റെ അപ്പനെ കിടക്കുന്നത് ഇത്ര നാള് ഞാൻ ആഗ്രഹിച്ചത് എല്ലാം പോയി. എന്റെ ജീവിതം പോയി. എന്റെ പൊട്ടിക്കാനല്ലടാ പറഞ്ഞോളൂ. പറയാനടാ പറഞ്ഞോളാം. നിങ്ങളോട് എപ്പോഴും പറഞ്ഞ മോളോട് പൊട്ടിക്കൂന്ന്. അപ്പഴേ പറഞ്ഞോ ഈ പുറമ്പോക്കെന്നൊക്കെ. നീ ഏതാടാ പന്നലേ? നീ എവിടുന്ന് വന്നെന്റെ വീട്ടിൽ? എനിക്ക് എന്ത് തോന്നി? നീ ഏത് ഇവൻ ഏതാടാ? ഏത്? എന്റെ വീടിന്റെ പരിസരത്ത് നീ നിന്നെ കണ്ടാൽ, എന്റെ വീടിന്റെ പരിസരത്ത് നിന്നെ കണ്ട ഇറങ്ങടാ. ഇറങ്ങന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം. തന്നെ അറിയാലോ. അല്ല അല്ല, നിന്നെ കെട്ടിയാലോ? ഇങ്ങനെ ഭർത്താവിനെ നമുക്ക് വേണ്ട. എന്റെ അപ്പനെ കൊന്നവനെ എന്റെ പെങ്ങൾക്ക് കൊടുക്കാനോ ഞാൻ? കളയടാ. ഒരു ചാത്തപ്പൻ മേടിച്ചു തരും. ഒന്നാം തരം സാധനം കട്ടപ്പന ചാത്തപ്പൻ കൊണ്ടുവരും. ഇതാ ഇത് കൊണ്ടുവരും. കൊണ്ടുവരും. ചാച്ചപ്പ, ആ വർത്താനം പറയാതെ ചാച്ചപ്പ. അല്ലടാ, ഇതെങ്ങനെ ചാച്ചപ്പ കൊണ്ടുവരും? ചാത്തപ്പൻ പുറമ്പോക്കിന്ന് കൊണ്ടുവരും. ചാത്തപ്പൻ കൊണ്ടുവരും. ചാച്ചപ്പ, ഇത് ചാച്ചപ്പ കൊണ്ടുവരോ? ചാച്ചപ്പനെ കൊണ്ടുവരോ? ചാച്ചപ്പ കൊണ്ടുവരോ? ചാച്ചപ്പനെ എന്താണോ മരം മെഴുകി വരെ നിക്കണേ? പോട്ടെ, നമുക്ക് ചാച്ചപ്പനും വേണ്ട, ഇയാളും വേണ്ട.
വർഷം കഴിഞ്ഞ് വേറൊരു അപ്പച്ചനും ഉണ്ടാക്കാം. പറഞ്ഞു വിടേ. എനിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന അപ്പം മോക്ക് തരണം. മോള് വാ, മോക്കപ്പം തരാം. ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാം. വേണ്ട, എന്റെ വീടിന്റെ പിന്നെ നല്ലൊരു സംസാരം. ഒരു ഭക്ഷണം കൊടുക്കണേ അവന്. അപ്പൻ്റെ അതേ സ്വഭാവം വെക്ക്. അവളിനി എന്റെ ഇതെടുത്ത് കയറ്റും അവനെ. മോള് മോക്കപ്പം തരാം. ഒന്നുമില്ലല്ലോ ചെക്ക, അവിടെ ഭക്ഷണം കൊടുക്കണ്ടേ? അച്ചപ്പൻ തരാടാ നിനക്ക് ഭക്ഷണം. അച്ചപ്പനൊന്നും സഹിക്കാൻ പറ്റും. അച്ചപ്പൻ തരും എന്റെ മോനെ ഭക്ഷണം. വിചാരിച്ചു ഇതുപോലെ എന്തോരം അപ്പച്ചന്മാരെ ഉണ്ടാക്കാം. 25 വർഷം വെയിറ്റ് ചെയ്യണമെന്നേ. അപ്പച്ചൻ കിടക്കണ കണ്ടില്ല 8 കഷ്ണമായിട്ട്. അബദ്ധത്തിന് പറ്റിയും പോയി. എന്നെ അവര് തരില്ല എന്ന് പറഞ്ഞു. ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു എനിക്ക്. നിനക്കറിയോ അച്ചപ്പന് ആരുമില്ലടാ. അച്ചപ്പൻ പുറം പോക്കല്ലേ. അച്ചപ്പനെ എങ്ങനെ അവര് നോക്കണമെന്നറിയോ? പക്ഷെ എനിക്കറിയണം നിന്നെ. പൊന്നമ്മ വെച്ചെന്നിരിക്കാൻ പാടില്ല. ചാച്ചപ്പൻ തരും. ചാച്ചപ്പൻ എല്ലാരും ഇഷ്ടമാണ്. ചാച്ചപ്പൻ എല്ലാരും പൊന്ന. யாரோ யாரோ எனக்காரோ யாரோ என் தெய்வமே இது பொய் தூக்கமா நான் தூங்கவே இனி நாளாகுமா ஆராரிரோ பாடியதாரோ யாரோ പൊന്നു പോകല്. ചാച്ചപ്പനെ സങ്കടപ്പെടുത്തരുത്. ചാച്ചപ്പനായതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാത്തത്. ചാച്ചപ്പനെ കൊടുക്കരുത്. അങ്ങനെ പറയല്ലേ തന്നെ. ചാച്ചപ്പൻ എല്ലാവരും ഇഷ്ടമാ. എന്റെ പൊന്നു മഞ്ഞുവാ. ചാച്ചപ്പൻ ചാച്ചപ്പനെല്ലാം നിന്നെ എടുത്തു വളർത്തലടേ ചാച്ചപ്പൻ. ചാച്ചപ്പൻ എല്ലാവരും ഇഷ്ടം അറിയോ? ചാച്ചപ്പന് മനുഷ്യരെ ഇഷ്ടം. ചാച്ചപ്പന് മൃഗങ്ങളെ ഇഷ്ടം. ചാച്ചപ്പൻ എന്തുമാത്രം പോത്തിനെ വളർത്തിയിട്ടുണ്ട്. ചാച്ചപ്പൻ എന്തുമാത്രം കോഴിയെ വളർത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഇഷ്ടമായി ചാച്ചപ്പന്. പക്ഷെ ചാച്ചപ്പൻ വളർത്തിയ കോഴിയാണെങ്കിലും അതിനെ കൊല്ലാൻ നേരത്തെ ഞാൻ കുറച്ച് ആഹാരം കൊടുക്കും. ചാച്ചപ്പൻ തിന്നടാ. എന്റെ സ്വന്തം 25 വർഷം ഉണ്ടാക്കിയ സാധനം ഒറ്റ അടി മാറടാ. നിമിഷം കൊണ്ട് പൊട്ടിച്ചല്ലേ. ചാച്ചപ്പൻ എല്ലാത്തിനും കൊല്ലുന്നതിന് മുമ്പ് അരിച്ചിരി ആഹാരം കൊടുക്കും. ഇവനെ ഇന്ന് ഞാൻ ചാച്ചപ്പൻ ഇവനെ തല്ലിക്കൊന്നോളാം. തല്ലിയ ഇവൻ ചത്തില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇവൻ ചാവും. എങ്ങനെ? ഇതിനകത്ത് ഞാൻ എലിവിഷം വെച്ചിട്ടുണ്ട്. അത് വീഴും. ആവശ്യമല്ല. അങ്ങനെ പോട്ട്. നേരെ നേരെ പോ. ഞാൻ പറഞ്ഞു വിളിക്കണ്ടായിരുന്നു. അങ്ങ് പോകുമായിരുന്നു നേരെ. ഞാനതുകൊണ്ട് മിണ്ടായിരുന്നു. ഞാനിപ്പോ ശരിക്കും കാണിച്ചത് ഒരു ഞാണുമ്മക്കളി തന്നെയാണ്. അപ്പൊ ഞാൻ മാത്രം കളിച്ചാൽ ശരിയാവോ? ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഞാണുമ്മക്കളി. അപ്പൊ എങ്ങനെയാ ഞാണുമ്മക്കളി കളിക്കാം? യെസ്. അപ്പൊ ഈ ഞാണുമ്മക്കളി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആയുധം ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം അവരുടെ ടീമിനും കൊടുത്തിട്ടുണ്ട്. സാധികയ്ക്ക് ഞാൻ സ്കെയിലാണ് തന്നിട്ടുള്ളത്. അവിടെ കുറെ ഭംഗിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇന്നത്തെ താരം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് മുട്ടകളാണ്. അപ്പൊ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലാസ് എടുത്തിട്ട് ഈ എഗ് ഇങ്ങനെ ഇൻവേർട്ടഡ് പൊസിഷൻ ആക്കിയിട്ട് ഇതിങ്ങനെ വെക്കണം. ഓക്കെ. എന്നിട്ട് ഈ തുമ്പത്ത് മാർക്ക് ചെയ്തിട്ടുള്ള സൈഡില് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോണം. ഓക്കെ. അപ്പൊ ഇവിടുന്ന് നെൽസൺ ചേട്ടൻ എന്നിട്ട് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇത് എറിഞ്ഞു തരണം. തലയിൽ നിന്ന് കൈ യൂസ് ചെയ്യരുത്. മോളിത് അവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ. അതാണ് ഗെയിം എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ആയുധം
എത്ര പേര് ഇനി ഇവിടെ മുട്ടയിടും എന്നുള്ളത് നമുക്ക് വഴിയറിയാം. എത്ര കോഴികൾ മുട്ടയിടും? സോ ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യത്തെ your time starts now. മുട്ടയാണ്. കൈ വിറയ്ക്കല്ലേ, കൈ വിറയ്ക്കാൻ പാടില്ലേ? ഈ കോഴിങ്ങനെ മുട്ടയിടാനായിട്ട് അയ്യോ അതിനുള്ളിലിടണല്ലേ. ആൻഡ് ഒരെണ്ണം ഇവിടെ സൈഡിൽ ഇങ്ങനെ പാത്ത് പമ്മിയൊക്കെ വെച്ചിരിക്കുന്നു. ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചു. ഒരെണ്ണം മാത്രം ഇവിടേക്ക് പോയില്ല. സോ ഓൾ ടോട്ടൽ എത്ര മുട്ടയാണ് ഈ കോഴികൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കൊക്കരക്കോ ശബ്ദം ഉണ്ടാക്കുന്നു ചേട്ടാ. എങ്ങനെ എങ്ങനെ കോഴികളുടെ ഓഡിയൻസ് എങ്ങനെ കോഴികളുടെ ശബ്ദം ഉണ്ടാക്കാം? അടിപൊളി. ശരി, അപ്പൊ ഓൾ ടോട്ടൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 1 നെൽസൺ ചേട്ടൻ, അനു, സാദിക, ശ്വാസിക, ഐശ്വര്യ. That means 1, 2, 3, 4, 5x. ടോട്ടൽ 7 വരെ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കറക്റ്റ് ടൈമില് നമ്മുടെ ബസർ വന്നു. പിന്നെ ഒരെണ്ണം താഴെയാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ. ഒരെണ്ണം അവര് പൊട്ടിക്കുകയും ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീമിന്റെ ഗെയിം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നെൽസൺ ചേട്ടൻ അവിടെ ഇങ്ങനെ മാറി നിന്നിട്ട് പറയാണ് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും. അതായത് ഇവരുടെ സൈഡിൽ ആ ഒരു പോർഷൻ അത്ര വലിയ റിസ്കി ആയിരുന്നില്ല. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാ. അപ്പൊ ഭയങ്കര വലിയൊരു ചാലഞ്ചാണ് നിങ്ങൾ എടുക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കളയല്ല, ആ ഒരു കോൺസെൻട്രേഷൻ അത്ര വേണമെന്നാണ് കേട്ടോ പറഞ്ഞു തരണേ. അപ്പൊ തുടങ്ങല്ലേ? എന്താണ് ഇത്, ഒരു ഉഷാറില്ലല്ലോ. ഒരു സല്യൂട്ട്, ആ ഒരു സിഗ്നേച്ചർ. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്.
പോയി ഇല്ല. നോബിച്ചേട്ടൻ ഇത് എന്തായാലും പോവില്ല. അടിപൊളി. Good job. Not here. Magic. ഇലൂഷൻ ഒന്ന് പൊട്ടിക്കാം, ഒന്ന് പൊട്ടിക്കല്ലേ, ഒന്ന് പൊട്ടിക്കാം, ഒന്ന് പൊട്ടിക്കാം. All everybody say Chris now. നോബേ. കളിച്ചോ കളിച്ചോ. ഇനി ഉണ്ടോ? മുട്ട മുട്ടാണ്. മുട്ടാണ്. എവിടെ? തീർന്നില്ലേ? ടൈം തീർന്നില്ലേ? സമയം തരുന്നില്ലടാ. ആക്ച്വലി ഇന്നിവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഇന്നത്തെ ദിവസം ഇവരുടെ മാത്രം ദിവസമായിരുന്നോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഇത്ര എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഒരെണ്ണം പോലും പൊട്ടിക്കാതെ കറക്റ്റ് എല്ലാ മുട്ടകളും കംപ്ലീറ്റ് എല്ലാം ഞാൻ എന്നിട്ട് ഇവരടുത്ത് പറഞ്ഞു ഒന്നെങ്കിലും പൊട്ടിച്ചോട്ടെന്ന് വെച്ചപ്പോ ഇവര് വേണ്ട കേട്ടോ. നോക്കാം നമുക്ക്. അപ്പൊ ടോട്ടൽ എത്ര എക്സ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരെണ്ണം പോലും പോയിട്ടില്ല. ഇത് ലക്ഷ്മി ചേച്ചി വീട്ടിൽ പോയി മാധുവിന് കളിക്കാൻ കൊടുക്കണേ. 1 മിനിറ്റ് വീണ്ടും ഉണ്ടായിരുന്നു. ഇത് സുധിച്ചേട്ടന് 2 3 4 5 6 7 8 9 10 11 12 മിസ്റ്റർ നോബി ആൻഡ് കൂട്ടർ, Yes, നിങ്ങൾക്ക് നിങ്ങളുടെ എതിർ പാർട്ടിയോട് അതായത് പുച്ഛത്തിലോ കളിയാക്കലിലോ നിങ്ങളുടെ ഇങ്ങനെ ഒരു അർമാദം ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ല. ഞാൻ ഇവരടുത്ത് പറഞ്ഞു വേറൊന്നുമല്ല, മുട്ട പൊട്ടിയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് സ്പീഡിന് കൊണ്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ നല്ല ഭംഗിയായിട്ട് അല്ലേ? അത് മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ ക്ലാസ് അങ്ങ് അവർക്ക് കൊടുക്കണം. 12 എണ്ണം ഇട്ടു എന്ന് മാത്രല്ല 1.5 മിനിറ്റ് കൊണ്ട് 12 ഇട്ട് അതിന് 2 വിരിയുകയും ചെയ്തു. അത്ര സമയം ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിം കഴിയുമ്പോ ഞാനും മേൽ കളി എന്ന ഗെയിം കഴിയുമ്പോ ജയിച്ച ടീം കൈവലിച്ച് കാണിക്കും പ്ലീസ്. നിനക്ക് വിശ്വാസമായിട്ടില്ല? അതിനും ആരും കൈ നോക്കട്ടെ. അങ്ങനെ ഇവിടെ നേരത്തെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഞങ്ങൾ റെക്കോർഡ് ഇട്ടു അങ്ങനെ ഇങ്ങനെ. പക്ഷേ റെക്കോർഡ് ഇട്ടിട്ട് കാര്യമില്ല, അത് ഗിന്നസിലേക്ക് കയറണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ടമാർപടാറിന്റെ ഈ ഒരു ബുക്സ് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറണമെങ്കിൽ ഒരു ടീം വിൻ ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിൽ. പക്ഷേ കഴിഞ്ഞ ഗെയിംസ് എല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഗെയിമിൽ ഇവരും ഒരു ഗെയിമിൽ നിങ്ങളും ജയിച്ചിട്ടുണ്ട്. അപ്പോ ഇനി ഒരു ടൈ ബ്രേക്കറിലേക്കാണ് നമ്മൾ പോണേ. അതിനായിട്ട് നമ്മൾ ഒരു ഗെയിം ആണ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 മിനിറ്റ് സിമ്പിൾ ഗെയിം ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം നോബിച്ചേട്ടനാണ് കളിക്കാൻ വരണേ. നോബിച്ചേട്ടപ്പാ, ഇല്ല ഇത് സിമ്പിൾ ഗെയിം ആണ്. സിമ്പിൾ ഗെയിം ആണ്. ക്ലാസ് നിറച്ചാ പോരെ. അപ്പൊ എന്താ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ എറിഞ്ഞ് കുത്തിച്ചിട്ട് ഇതിലേക്ക് വീഴണം. ഓക്കെ? അപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിലേക്ക് ഇങ്ങനെ വീഴണം. കപ്പില് ബോൾ വീണിട്ട് ഗ്ലാസ് ചെരിഞ്ഞു വീണാ കുഴപ്പമില്ലല്ലോ. ചെരിഞ്ഞ് പേപ്പർ ഗ്ലാസ് ആണ് എന്തായാലും വീടില്ല, ചെരിഞ്ഞ വീടില്ല. അതിലേക്ക് ഇത് കളക്ട് ചെയ്യണം. ഓക്കെ? ഇനി നോബി ഇടുന്നതുകൊണ്ട് ഗ്ലാസിന് വേണ്ടാന്ന് പറഞ്ഞ ഗ്ലാസ് താഴേക്ക് വീഴുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ആളെ മാറ്റാം. ഒരു മിനിറ്റ് സമയമാണുള്ളത്. ഇവിടെ ഞാൻ വെക്കുകയാണ്. ഞാൻ ഇപ്പൊ ജയിക്കുന്നു. Yes, your time starts now. ടൈ ബ്രേക്കർ ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആരെ ജയിക്കാൻ പോണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നോക്കിച്ചേട്ടാ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. തലയിരിച്ച് റെക്കോർഡ്. ഒന്നും കൂടെ ബൗൺസ് ചെയ്ത്
ഒരെണ്ണെങ്കിലും മതി. നമുക്ക് നോക്കാം. യെസ് പ്ലീസ്. നെൽസൺ ചേട്ടനാണ് വീണ്ടും ആ ടീമിൽ നിന്ന് ക്യാപ്റ്റൻ തന്നെയാണ് കളിക്കാൻ വരണേ. സോ ഒരെണ്ണെങ്കിലും നിങ്ങൾ വീഴ്ത്തുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ജയിക്കുക. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടീമാണ് ഇനി നെൽസൺ ചേട്ടന്റെ ടീമിന് ഹൈബ്രിലിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാൻ പോണേ. സോ ഷർട്ട്സ് വാങ്ങാൻ റെഡി ആണല്ലോ? കൊടുക്കാനാരോ? ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചി, അപ്പൊ തോറ്റയിൽ എല്ലാ കാര്യം നമ്മളാണ് സമ്മാനം കൊടുക്കണേ. അതിൽ നമ്മൾ അഭിമാനിക്കണം. തോറ്റതില് കാര്യമുണ്ട്. ഷർട്ട് എനിക്ക് കിട്ടാത്തതിലും വിഷമമുണ്ട് എന്നുള്ളൊരു സൂചന ലക്ഷ്മി ചേച്ചി നൽകിക്കൊണ്ട് ജയിച്ചവർക്കായിട്ട് ആ സമ്മാനം കൊടുക്കും. അവിടെ വന്നിട്ടാണ് ലക്ഷ്മി ചേച്ചി ആ സമ്മാനം തരുന്നത്. ആ ഒരു മനസ്സിന് നമ്മൾ വലിയൊരു കൈ കൊടുക്കണം. തോറ്റിട്ടും തന്നു വിട്ടിരിക്കുന്നതാണ് ഗൾഫിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് കളിച്ചു നേടിയതല്ല. നമ്മുടെ പ്രേക്ഷകരെ കാണിക്കൂ പ്ലീസ്. എന്താ പണിഷ്മെന്റ്? തോറ്റ ടീമിന് ജയിച്ച ടീമാർ എന്താ കൊടുക്കണേ? പാട്ട് പാടണം. അത്രേ ഉള്ളോ? പക്ഷെ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് പാട്ട് പാടണം. പക്ഷെ ഒറ്റ കാലിൽ നിന്ന് പാടണം. പാട്ട് തെറ്റിക്കരുത്. അങ്ങനെ പറ്റില്ല. ഗ്രൂപ്പ് സോങ് ഞങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് പാടും. പറ്റില്ല. എല്ലാരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്ത് ഒരു പാട്ട് എടുക്കണം. എന്നിട്ട് ഒറ്റ കാലിൽ നിന്ന് പാടണം. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. 1 മണിക്കൂർ സമയം പെട്ടെന്ന് പോയില്ല. പക്ഷെ തീർന്നിട്ടില്ല. ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ടായിട്ട് നമ്മൾ പണിഷ്മെന്റ് ടാസ്കിലേക്ക് പോവാണ്. അപ്പൊ ഇതിലും ഈ ടാസ്കോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം Tamar Padar, powered by Hybrid Urban Men's Clothing and Eastern. Good night. Task please. Flowers presents A.R. Rahman Show at Kochi on 12th May 2018. For tickets, log on to www.flowerstv.in.